കാണിക്കാൻ പോകുന്നത് ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. അതിന് ഞാനിവിടെ ക്ലോത്ത് മടക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാറ്റേൺ എടുത്തിട്ടുണ്ട്. പാറ്റേൺ വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. വേസ്റ്റ് പോയിന്റ് വരെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതായത് 16 അല്ലെങ്കിൽ 15 ഇഞ്ച് വരെ മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ലെങ്ത്തും മാർക്ക് ചെയ്തെടുക്കാം. നമുക്കിതിനെ മാറ്റി വെക്കാം. ഞാനിവിടെ 43 ഇഞ്ചാണ് എടുക്കുന്നത് ലെങ്ത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരഞ്ഞെടുക്കാം താഴേല്. ഞാനിവിടെ 23 എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പോയിന്റും ഈ ഒരു പോയിന്റും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നും ഒരു കേർവ് ലൈന് ആ ഒരു ലൈനിലേക്ക് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ സർക്കിൾ ആയിട്ടുള്ള ഒരു ലൈന് വരഞ്ഞു കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. പാർട്ട് മാറ്റിയെടുക്കാം. ഇതിൽ നിന്ന് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇതാണ് സെന്റർ പോയിന്റ്. ഞാനിവിടെ 16 ഇഞ്ചിൽ ഒരു ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പൈപ്പിംഗ് ആണ്. ത്രെഡ് പൈപ്പിംഗ് എടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു എഡ്ജിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. ആ കോർണറിൽ ഒരു കട്ട് കൊടുക്കാം. ഓക്കെ,
ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഫാബ്രിക്കിന്റെ സെന്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സെന്ററിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ആദ്യം ഒരു സ്റ്റിച്ച് സെന്ററിലൂടെ ഒന്ന് കൊടുക്കാം, പിന്നെ അയച്ചു കളയാം. കറക്റ്റായിട്ട് ഇത് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഡ്ജിലൂടെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്ക് നെക്കും ഇതിൽ തന്നെ അടയാളപ്പെടുത്താം. കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ബാക്ക് പാർട്ട് മാറ്റി വെക്കാം. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനെ പതിച്ചടിക്കാം. സ്ലീവിന്റെ ഡിസൈൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അത്
അതിൻ്റെ മേലേക്ക് പൈപ്പിംഗ് കൊടുക്കാം. ഇതിൻ്റെ എഡ്ജ് ഒന്ന് കറക്റ്റാക്കി എടുക്കാം. നമുക്ക് ഈ പീസ് സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ മറുവശം എടുക്കാം, ഇതിൻ്റെ നല്ല വശം എടുക്കാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അറ്റാച്ച് ചെയ്തെടുക്കാം. നമുക്ക് സൈഡ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ താഴത്തെ പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുർത്തി എന്നും പറയും. സ്ട്രൈറ്റ് കട്ട് അംബ്രല്ല കട്ട് കുർത്തി. നെക്ക് ഡിസൈൻ ഒക്കെ നല്ല
ഭംഗിയുണ്ട് കാണാന്. അതുപോലെ തന്നെ സ്ലീവ്സും. ഇനി നമുക്ക് വേണമെങ്കിൽ ബട്ടൺസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് റെഡ് ബട്ടൺസും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിലുള്ള ഏത് കളേഴ്സും യൂസ് ചെയ്യാം. ഇതിന്റെ താഴെ ഈ ഒരു ഡിസൈൻ ആണ് ഉണ്ടാവുക. ഹൈലോ കുർത്തി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.